പോലീസ് ഓഫീസർമാർക്ക് നടുവിൽ ഒരു ചെറിയ കുട്ടി നടന്നു പോകുന്ന വീഡിയോ. ആ പോകുന്ന കുട്ടി കാണാൻ കൗതുകമുള്ള ഒരു കുട്ടി, സ്വർണ്ണ തലമുടി, നല്ല ഈ ഹാരി പോട്ടറിലൊക്കെ നായകനെ പോലെ മനോഹരനായ ഒരു കുട്ടി. പക്ഷേ ആളൊരു കൊലപാതകയാണ്. വയസ്സ് 11 ഉള്ളൂ. 11ാം ജന്മദിനം ഈ മാസം, അതായത് ഫെബ്രുവരി 13 തീയതിയായിരുന്നു. അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും ഒക്കെ ഇരുന്ന് ഈ വീഡിയോ ഗെയിം കളിക്കുകയാണ്. അപ്പോൾ രാത്രി കുറേ ആയപ്പോഴത്തേക്ക് രണ്ടാനച്ഛൻ ചെന്ന് പറഞ്ഞു, രണ്ടാനച്ഛനാണ് ഉള്ളത്, ചെന്ന് പറഞ്ഞു നിർത്തിപ്പോയി കിടക്കാൻ പറഞ്ഞു. അപ്പം ദേഷ്യപ്പെട്ടുവെങ്കിലും അവൻ പോയി കിടന്നു കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ പേര് ക്ലെയ്റ്റൺ ഡയസ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണർന്നതിന് ശേഷം വീണ്ടും വീഡിയോ ഗെയിം എവിടെയാണ് പിതാവ് വെച്ചിരിക്കുന്നത് എന്ന് നോക്കി നടന്നു. അപ്പോൾ വീഡിയോ ഗെയിം കണ്ടില്ല, പക്ഷേ അവിടെ ഒരു തോക്കിൻ്റെ കേസും തോക്ക് കണ്ടു. ആ തോക്കെടുത്ത് കയ്യോടെ പോയി രണ്ടാനച്ഛനെ വെടിവെച്ച് കൊന്നു. അതിൻ്റെ പേരിലാണ് പയ്യൻ ജയിലിലായത്. ഇത് പെൻസിൽവേനിയയിലെ പെറി കൗണ്ടിയിലാണ്. പയ്യൻ ജയിലിലായെന്ന് മാത്രമല്ല, അവനെ മുതിർന്ന ആളായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് കേസിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശിക്ഷിക്കുകയാണെങ്കിൽ ജീവിതാവസാനം വരെയൊക്കെ ശിക്ഷിക്കാം. പക്ഷേ അയാളുടെ കേസ് 11 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ ജുവനൈൽ കോർട്ടിലേക്ക് വിടണം എന്നാണ് അയാളുടെ വക്കീൽ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇനി കോടതിയാണ് അക്കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. വാസ്തവം പറഞ്ഞാൽ ആ സമയത്ത് ഈ കുട്ടി ഉണർന്ന ഉടനെ ആ തോക്ക് കണ്ടതും ആണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. അവിടെ ഒരു തോക്കില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വെടിവെക്കില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, രണ്ടാനച്ഛനാണ്. സ്വന്തം അച്ഛനായിരുന്നെങ്കിൽ വെടിവെക്കുമായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. സ്വന്തം പിതാവോ മാതാവോ ആണെങ്കിൽ കുറച്ചുകൂടെ മക്കൾക്ക് കരുതൽ കാണാൻ സാധ്യതയുണ്ട്, കുറച്ചുകൂടെ അവർ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയൊരു സംഭവം ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്. ഒരു പയ്യൻ വളരെ കേമത്തിൽ മോട്ടോർ സൈക്കിൾ വാങ്ങിച്ച് അവൻ വലിയ ഫേസ്ബുക്കിലിട്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ഞാൻ നോക്കുന്ന മോട്ടോർ സൈക്കിൾ നമ്മുടെ ആളുകളൊക്കെ ഈ മോട്ടോർ സൈക്കിളൊക്കെ വാങ്ങാനായിട്ട് അനുവദിക്കുമെന്ന് ഞാനിങ്ങനെ അതിശയിച്ചു പോയി. നോക്കുമ്പോൾ രണ്ടാനച്ഛനാണ് നിൽക്കുന്നത് ഇവിടെ. അപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്തു, സ്വന്തം അപ്പനാണെങ്കിൽ അവനിട്ട് തലക്കിട്ട് ഒരു പൊട്ടിയിലൂടെ കൊടുത്ത് ഒരു കിഴുക്കൂടെ കൊടുത്ത് അവനെ ഓടിച്ചു വിടും. മോട്ടോർ സൈക്കിൾ വേണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആരാണ്? മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന എന്തിനാണ്? ത്രില്ലിന് വേണ്ടി. നമ്മുടെ നാട്ടിൽ ബൈക്കും സ്കൂട്ടറും ഒക്കെ ഓടിക്കുന്നത് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണ്, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. ഇവിടെ അതല്ല. ഇവിടെ യാത്ര ചെയ്യാനത് കാറുണ്ട്, എല്ലാവർക്കും കാറില്ലാത്തവരില്ല. അപ്പോൾ അവർക്ക് വേണ്ടത് ഈ ത്രില്ല്. ഈ 60 മൈൽ 70 മൈൽ പോകേണ്ട സ്ഥലത്ത് 150-200 മൈൽ സ്പീഡിൽ പോവുക, ആ ഒരു സുഖം. അത് ഒരു ചെറിയൊരു കല്ലെ തട്ടിയാൽ മതി, അന്നേരം തന്നെ ആൾ ബടിയായി തീരും. അങ്ങനത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട്, അത്രയും ഹൈ റിസ്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ആളുകളൊന്നും ഈ മോട്ടോർ സൈക്കിളിനെ പ്രോത്സാഹിപ്പിക്കാത്തത്. അപ്പോൾ ഈ പയ്യൻ്റെ കാര്യം ഞാൻ ഓർക്കുക, ഏതാനും നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പയ്യൻ ആക്സിഡൻറ്റിൽ മരിച്ചതായിട്ട് അതും ഫേസ്ബുക്കിലോ മറ്റാണ് കാണുകയുണ്ടായത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കും നമ്മുടെ ജീവിതവുമായിട്ട് വലിയ ബന്ധം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഡെസ്റ്റിനി നിശ്ചയിക്കുന്നത് നമ്മുടെ ബന്ധങ്ങളും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ സ്വന്തം അപ്പനാണെങ്കിൽ മോട്ടോർ ബൈക്ക് വാങ്ങാനായിട്ട് അനുവദിച്ചൊന്നും വരില്ല. അനുവദിച്ചാൽ തന്നെ നിയന്ത്രണങ്ങൾ വരും. ഈ സ്വന്തം അച്ഛനോടാണെങ്കിൽ ആ മിതമായൊരു വെറുപ്പ് വരാനും സാധ്യത കുറവുണ്ട്. എങ്ങനെയായാലും ഈ ബന്ധങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രാധാന്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാണുന്നതെന്ന് തോന്നുന്നു. ഇനി ഈ തോക്കിനെ പറ്റി പറയുമ്പം, ഈ തോക്കിനോടുള്ളൊരു താല്പര്യം നമ്മുടെ സമൂഹത്തിനും ഇപ്പോൾ ഇതുവരെ ഇല്ലായിരുന്നു. പൊതുവിൽ നമ്മുടെ സമൂഹം അക്രമത്തിലൊന്നും വിശ്വസിക്കുന്നവരല്ല, അക്രമരാഹിത്യത്തിലൊക്കെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി ഇൻസിഡൻ്റലി തോക്ക് ആരെയും കൊല്ലാറില്ല. പക്ഷേ ഈ പയ്യനും തോക്ക് അവിടെ ഇരുന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ആ പയ്യൻ അതെടുത്ത് ഉപയോഗിച്ചപ്പോഴാണ് പ്രശ്നമായി തീർന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്ത് ഓർക്കുന്നുണ്ട്. ഇപ്പം മലയാളികൾക്കിടയിൽ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഒരു പരിചയക്കാരൻ, പുള്ളിയുടെ അളിയൻ ഒരു ശ്രീലങ്കൻ വംശജനാണ്, തമിഴ് വംശജനാണ്. അപ്പോൾ ആ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നീട് ഇവരുടെ അമ്മ മരിച്ചപ്പോൾ ആ പേര് മരുമക്കളുടെ കൂടെ കൊടുക്കുകയും ചെയ്തു ഓർക്കുന്നു. ഒരു ദിവസം നോക്കുമ്പോഴുണ്ട് ഈ സൗത്ത് ഏഷ്യൻ ജേർണലിസ്റ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ ഫ്ലോറിഡയിൽ ഒരു സ്ത്രീ, ഒരു ഇന്ത്യക്കാരി മറ്റൊരു ഇന്ത്യക്കാരിയെ വെടിവെച്ച് കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഒരു പരാമർശം കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ തേടിപ്പിടിച്ചവരെ വിളിച്ചപ്പോൾ മനസ്സിലാകുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങളാണ് കൊല്ലപ്പെട്ട ഒരു സ്ത്രീ. ഇനി അവരെ വെടിവെച്ചതാവട്ടെ അമ്മായിയമ്മ അതായത് തമിഴ് വംശജയാണ്, ശ്രീലങ്കൻ തമിഴ് വംശജ. അപ്പോൾ അവർ തമ്മിലുള്ള പൊരുത്തക്കേടോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ആയിരിക്കാം, ഫാമിലി പ്രോബ്ലം. അപ്പോൾ എന്തായാലും
വെടിവയ്പ്പിൽ കലാശിച്ചു. അപ്പോൾ ആ വെടിവയ്പ്പ് 2 പേരുടെ മരണത്തിൽ അത് കലാശിച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു അവിടെ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പറയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ചൊന്ന് ചുരുക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചത് പിന്നെ ഈ വീട്ടിൽ തോക്കിന് പകരം ഒരു കത്തിയായിരുന്നുവെങ്കിൽ കത്തിയെടുത്ത് ആക്രമിച്ചാൽ എന്ത് വരുമായിരുന്നു? ഒരാൾ മരിക്കണമെന്നൊന്നുമില്ല. തോക്ക് ഉപയോഗിക്കുമ്പോൾ മരിക്കാനുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ തോക്ക് കാണുമ്പോൾ തന്നെ അത് ഉപയോഗിക്കാനും അത് പിന്നെ അതുമൂലം പിന്നെ ആക്രമിക്കാനുമുള്ള ആ താല്പര്യം കൂടുന്നു. നേരെ മറിച്ച് ഒരു കത്തിയാണെങ്കിൽ അത്രയും വരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമോ? അതോ കത്തിക്കും തോക്കിനും തമ്മിലൊരു വ്യത്യാസമുണ്ടോ? അതിൻ്റെ മാരക ശേഷി ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നുണ്ടോ? എങ്ങനെയായാലും ഈ തോക്ക് റെഡിലി അവൈലബിൾ ആയതുകൊണ്ടാണത് പലയിടത്തും ഉപയോഗിക്കപ്പെടുന്നത്. അപ്പം തോക്കിനോടുള്ള ആ ഒരു ഭ്രമം നമുക്കുണ്ടാകാതിരിക്കുന്നത് നല്ലത്. ഇനി തോക്കുണ്ടെങ്കിൽ തന്നെ അത് അതീവ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും വയ്ക്കുക, മറ്റാളുകൾക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ വയ്ക്കുക. അത് ഈ പോലീസ് ഓഫീസർമാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും തോക്ക് ഉപയോഗിക്കരുത്, തോക്ക് കൊണ്ടു നടക്കരുത്, തോക്ക് വാങ്ങിയോ കൊണ്ടു നടക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന് മാത്രമല്ല തോക്ക് ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം അത് ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ജീവിതാന്ത്യം വരെ നമ്മൾ അതിൽ ദുഃഖിക്കുന്ന ആളുകളായി മാറും. മറ്റൊരാളെ കൊന്നെന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ള ഒരു കാര്യമല്ല. ശിക്ഷ കിട്ടിയാലും ഇല്ലെങ്കിൽ കൂടി അത് സുഖമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. തോക്ക് ഉണ്ടാവേണ്ടത് ഒരാവശ്യമല്ല. ഇപ്പോൾ അമേരിക്കയിൽ ഈ സെക്കൻഡ് അമെൻഡ്മെൻറ്റ് വന്നത് തന്നെ തോക്ക് ഉപയോഗിക്കാനുള്ള ആ സ്വാതന്ത്ര്യമാണെന്ന്. അക്കാലത്ത് തോക്കിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. വന്യമൃഗങ്ങളെയൊക്കെ നേരിടുന്ന, അതിന് പുറമെ കറുത്ത വർഗ്ഗക്കാർക്കെതിരെയും പ്രയോഗിക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് അക്കാലത്ത് തോക്ക് ഉപയോഗിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയായാലും തോക്ക് അമേരിക്കൻ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നമ്മൾ ആ സംസ്കാരത്തിൽ നമ്മൾ കടന്നു കയറേണ്ട ആവശ്യമില്ല. തോക്കിനുള്ളൊരു ഭ്രമം നമ്മുടെ ആളുകൾക്ക് അത്രയില്ല, പക്ഷേ ചുരുക്കമായിട്ടെങ്കിലും അത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് തോന്നുന്നു.